ഇന്ന് നമ്മളൊരു മത്തി ഫ്രൈ ആണ് ചെയ്യുന്നത്. കുറച്ച് നാൾ വരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു മത്തി ഫ്രൈ. അപ്പോൾ ഇത് പല മീനിലും ചെയ്തെടുക്കാം. അയിലയിൽ ചെയ്യാം, വേറെ നെയ്മീനിൽ ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഇന്ന് എടുത്തിട്ടുള്ളത് മത്തിയാണ്. ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഞാനിത് ചെയ്ത് നോക്കി ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ ഞാനിവിടെ 6 മത്തി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ മാറ്റിയിട്ട് വരഞ്ഞും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചതും, കറിവേപ്പിലയും, ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് പുളിവെള്ളവും ആവശ്യമാണ്. കുറച്ച് തിക്കായിട്ടുള്ള പുളിവെള്ളം എടുത്തോളൂ, ഒരുപാടൊന്നും വേണ്ട. ഇനി നമ്മൾ ഗ്യാസ് കത്തിക്കുന്നതിന് മുന്നേ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവുള്ളതും എരിവില്ലാത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം മാത്രം ഗ്യാസ് ഓണാക്കുക. എന്നിട്ട് നമ്മൾ ഈ പൊടികളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചൂട് തട്ടിക്കഴിയുമ്പോൾ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തത് ചതച്ചെടുത്തിട്ടുള്ള ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. തീ വളരെ ലോ ആക്കി വെക്കണം, കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കരിഞ്ഞു പോകും. അപ്പോൾ ലോയിൽ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ്. ഇനി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണ ഒന്ന് തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേ ചെയ്യാവൂ, കരിയാണ്ട് ചെയ്യണം. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളെ മത്തി എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളക്കാൻ വിടുക. കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ വരഞ്ഞ് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ മത്തി വരഞ്ഞത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ടാവുന്നത് വരെ വെച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ എണ്ണ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം അടി പിടിച്ചു പോകാണ്ട് നോക്കണം. ഇതിൽ ചതച്ച ഉള്ളീൻ്റെയൊക്കെ കഷ്ണങ്ങളുള്ളത് കാരണം ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഇത് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആയി എന്ന് തോന്നിയാൽ നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒറ്റത്തവണ കൊണ്ട് അപ്പാട് വേഗം ഫ്രൈ ആയിട്ട് കിട്ടില്ല നമുക്ക്, എന്നാലും വേവായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ എല്ലാ മീനും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു മീൻ മുളകിട്ട ഒരു പരുവത്തിലൊക്കെയാണ് ഇതുണ്ടാവുക. അപ്പോൾ ഒരു ഭാഗമായി, രണ്ടാമത്തെ ഭാഗവും അതേ സമയം വെച്ചിട്ട് തന്നെ നമ്മളിത് ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാണ്ട് നോക്കുക. എണ്ണയൊക്കെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി കൊടുക്കുക. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇതിലുള്ള മസാലയൊക്കെ വറ്റാൻ തുടങ്ങും നന്നായിട്ട്. അപ്പോൾ ഇത് വറ്റിക്കഴിഞ്ഞാൽ പിന്നെയാണ് മീൻ ഫ്രൈ ആവുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്, കരിഞ്ഞു പോകാണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യമല്ല നമ്മൾ മറിച്ചിടുന്നത്, ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം നമ്മൾ തിരിച്ചും മറിച്ചും ഇടണം. എന്നാലും മാത്രമേ എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയായി കിട്ടുള്ളൂ. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് വറ്റി ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ റെസിപ്പി. ഇത് വളരെ ടേസ്റ്റിയാണ്. കുറച്ച് ഫ്രൈ ചെയ്യേണ്ട ഒരു ടൈം മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. പക്ഷേങ്കിൽ എല്ലാ ദിവസവും നമുക്കിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല, കാരണം ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് നല്ലോണം. പിന്നെ ഹെൽത്തി എന്ന് ഇതിന് പറയാൻ പറ്റില്ല, ടേസ്റ്റി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ മീനൊക്കെ വെച്ചിട്ട് ചെയ്യാം. അയിലേനെ കൊണ്ട് ചെയ്യാം, നെയ്മീനെ കൊണ്ട് ചെയ്യാം, ചെമ്മീൻ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം.